ഞാൻ കേട്ടിട്ടുണ്ട് ഒരാൾ ശത്രുവാകാൻ അയാൾക്ക് കുറച്ച് പൈസ കൊടുത്താൽ മതിയെന്ന്. ഞാനിപ്പോൾ ആ സിറ്റുവേഷനിലാണ്. നാളെ സേവിയർ അച്ഛന് പൈസ കൊടുക്കാനുള്ള ദിവസം. വിളിച്ചൊരു പരിവായി. അടുത്ത മാസം തരാമെന്ന് പറഞ്ഞ് മേടിച്ചതാ. എടാ പൈസ ഒന്ന് പെട്ടെന്ന് എത്ര വട്ടം വിളിക്കുന്നടാ നിന്നെ. ഒന്നൊരു അത്യാവശ്യമാണോടാ, എനിക്ക് കൊടുക്കണോടാ, അച്ഛന് കൊടുക്കാനുള്ള പൈസയാ. എന്താ ചെയ്യണ്ടേന്നറിയില്ല. അയാളെ തനിക്കോളം കാണിക്കും. അറിയാലോ, അടുത്ത മാസം 20-ാം തീയതിയാണ് നീ പൈസ തരാമെന്ന് പറഞ്ഞത്. ആ ഡേറ്റ് കഴിഞ്ഞാ നീ ഇങ്ങനെ ആയിരിക്കില്ല സംസാരിക്കും. അടുത്ത മാസം സെറ്റാക്കാം. കുറച്ച് വർക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. കുറച്ച് പൈസ ഇപ്പൊ തരട്ടെ. വേണ്ട, ഒരുമിച്ച് വന്നാ. ഹലോ പറയടാ. ഹലോ അയ്യാ, എടാ കുറച്ച് പൈസ അമ്മ ഹോസ്പിറ്റലാടാ. ഇത് നിന്റെ GPay നമ്പർ അല്ലേ? ആടാ ഉറപ്പായിട്ടും തരാം. അന്ന് വിളിച്ചതാ ഇവനെ, പിന്നെ ഒരു വിവരവും ഇല്ല. മാറി മാറി വിളിച്ച് പെട്ട അവസ്ഥയാ. സേവിയർ അച്ഛൻ ഒരു ഭാഗത്തുനിന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ പൈസയ്ക്ക് വേണ്ടി വേറെ കുറേ ആൾക്കാരെ വിളിച്ചു. പക്ഷെ ഒരാവശ്യത്തിന് ഒരുത്തനെയും കിട്ടൂല. ഫണ്ട് റെഡി ആവാൻ കുറച്ച് സമയം എടുത്തടാ. നീ എന്താടാ വിചാരിച്ചേ ഞാൻ നിന്നെ പറ്റിച്ചെന്നാ? എടാ നീയല്ലേടാ. സാഹചര്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. അതുപോലെ ആൾക്കാരും. വന്നപാടെ പൈസയും സേവിയർ അച്ഛൻ അയച്ചു. സത്യത്തിൽ ഇവനൊന്ന് പറഞ്ഞാൽ പോരായിരുന്നു. ഇൻട്രോവേർട്ടാണ് പോലും. എന്തായാലും കൊടുത്തു. ഞാൻ ഹാപ്പിയായി. എല്ലാവരും ഹാപ്പിയായി.